മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. പുസ്തക വായനയിൽ ഇന്ന് എൻ്റെ ഉപ്പുപ്പാക്കൊരു ആനയുണ്ടായിരുന്നു എന്ന നോവലിൻ്റെ തുടർച്ച. മുൻ വൈരാഗ്യം വെച്ചുകൊണ്ട് അവൻ ആദി മാതാപിതാക്കളായ ആദം നബിയെയും ഹവ്വാ ബീവിയെയും ഭൂമിയിൽ വെച്ചു വഴിതെറ്റിക്കാൻ ശ്രമിച്ചു. അതിനുശേഷം എല്ലാ ജീവജാലങ്ങളെയും വിശേഷിച്ച് മുസ്ലിം ജനതയെ വഴിതെറ്റിച്ചു കാഫിറാക്കി നരകപാപികളാക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. അവൻ പല വേഷത്തിലും നടക്കും, എല്ലാ ഭാഷകളും സംസാരിക്കും, ഏതു രൂപവും അവൻ കൈക്കൊള്ളും. അവൻ്റെ ഭാഗത്ത് ആളുകളുണ്ടാവണം, അതാണ് അവൻ്റെ ഉദ്ദേശം. അതിന് ഒരു കാരണമുണ്ട്. ഇത് കുഞ്ഞുപാത്തുമ്മയുടെ ബാപ്പ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇസ്ലാമിന് ഒരു പ്രത്യേക വേഷമുണ്ടല്ലോ. ആണാണെങ്കിൽ മുണ്ടുടുക്കുന്നവർ ഇടതുവശം വെച്ച് മുണ്ടുടുക്കണം, തല മൊട്ടയടിക്കണം, പാടത്തിന് വരമ്പ് വെച്ച മാതിരി താടി അപ്പുറവും ഇപ്പുറവും കത്തി കൊണ്ട് വടിച്ചു നിർത്തണം. പെണ്ണാണെങ്കിൽ കാതുകുത്തി അലിക്കത്തിടണം, കുപ്പായം ഇടണം, തലയിൽ തട്ടവും ഇടണം, മുടി ചീകാം, പക്ഷേ വകഞ്ഞു വെക്കരുത്. ഇതിനെതിരായി ആയിടെ ഒരു മുസ്ലിം യുവാവ് പ്രവർത്തിച്ചു. അയാൾ മുടി വളർത്തി ക്രോപ്പ് ചെയ്തു, അത് വകഞ്ഞു വെച്ചു. ബാപ്പ ചെറുപ്പക്കാരനെ വിളിപ്പിച്ചു, ഓസാനെ കൊണ്ട് മുടി വടിപ്പിച്ചു കളഞ്ഞു. എന്തിന്? മുടി ആര് സൃഷ്ടിച്ചു, എന്തിന് സൃഷ്ടിച്ചു? ആരും ചോദിക്കുകയില്ല. മുടി വടിപ്പിച്ചു കളഞ്ഞിട്ട് വട്ടനടിമ പറഞ്ഞു. വട്ടനടിമൻ്റെ റൂഹ് ഉള്ളിടത്തോളം കാലം പടശോൻ്റെ മുത്തിനബിൻ്റെയും ഒതക്കായിട്ട് ഇസ്ലാം ദീനിനെ പൊളിക്കാൻ വട്ടനടിമ സമ്മതിക്കുകയില്ല. എന്താണെന്ന് വെച്ചാൽ മുടി വളർത്തി ക്രോപ്പ് ചെയ്യിക്കുന്നത് ഇബിലീസിൻ്റെ കൂട്ടരാണ്. കാഫിറിങ്ങൾ അതുകൊണ്ട് സൂക്ഷിക്കണം. അവൻ തലയിൽ കയറിയിരിക്കും, അതിനാണ് തൊപ്പി. തൊപ്പിയില്ലെങ്കിൽ തലയിൽ കെട്ടിയാലും മതി. ഒന്നുമില്ലെങ്കിലും തലയിൽ കെട്ടുന്നത് ഒരന്തസ്സാണ്, യോഗ്യത. എന്നാൽ ബാപ്പ തൊപ്പിയിടുകയോ തലയിൽ കെട്ടുകയോ ചെയ്യാറില്ല. നിസ്കരിക്കുമ്പോൾ മാത്രം ബാപ്പ തല മറക്കും. ഇടയ്ക്കുള്ള സമയത്ത് ഇബിലീസ് ബാപ്പയുടെ തലയിൽ കയറി ഇരിക്കുമോ? അങ്ങനെയുള്ള സംശയത്തിന് വകയില്ല. വട്ടനടിമയുടെ അടുത്തു വരാൻ ഇബിലീസ് ധൈര്യപ്പെടുമോ? ഏതായാലും കുഞ്ഞുപാത്തുമ്മ എപ്പോഴും തലമറക്കും, ഉമ്മയും തലമറക്കും. മുടി ചീകാറുണ്ടെങ്കിലും അത് കാഫിർച്ചികളെ പോലെ വകഞ്ഞു വെക്കാറില്ല.